ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജംഷാദ്. ഷുവർ ആണ്, ഈ രൂപത്തിൽ നിങ്ങൾ എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കേണ്ട ആവശ്യമില്ല, മാർക്ക് നഷ്ടപ്പെടുന്ന പേടി വേണ്ട. നിങ്ങൾക്ക് ഇതാ എക്സാം വരാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് പഠിച്ചോ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത്. എക്സാമിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിംഗ്. യെസ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ആണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് ആണ് വരാറുള്ളത്? ആക്ച്വലി ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങളുടെ ആനുവൽ എക്സാമിന്റെ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതിലൊക്കെ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. അത് എന്തൊക്കെ മിസ്റ്റേക്ക് ആണ്, എങ്ങനെയൊക്കെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് കാണിക്കാൻ പോണതിന് മുമ്പേ ഏതൊക്കെ രൂപത്തിലാണ് നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ വരാറുള്ളത് എന്നതിന്റെ ഒരു സ്ലൈഡാണ് ഇവിടെ കൊടുത്തുള്ളത്. ബേസിക് ഗ്രാമർ, സെന്റൻസ് സ്ട്രക്ചർ, സ്പെല്ലിംഗ്, വേർഡ് ഓർഡർ, പങ്ക്ച്വേഷൻ, ടെൻസ്, സബ്ജക്ട് ഗ്രൂപ്പ് അഗ്രിമെന്റ്, റിലേറ്റീവ് പ്രോനൗൺ, റിലേറ്റീവ് ക്ലോസസ് തുടങ്ങിയിട്ടുള്ള എല്ലാ രൂപത്തിലുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് എഡിറ്റിംഗിൽ തരാറുണ്ട്. സോ ഇത് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അതിനാണല്ലോ നിങ്ങൾ തുറന്നത്. വാട്ടെവർ. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ, 7ാം ക്ലാസ്സിന്റെ വാട്സ്ആപ്പ് ചാനലാണ്. നിങ്ങൾക്ക് പോൾ ക്വസ്റ്റ്യനും നിങ്ങൾ കംപ്ലീറ്റ് അപ്ഡേറ്റ്സും ഇതിൽ ഫ്രീ ആയിട്ട് വാട്സ്ആപ്പ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. സോ ജസ്റ്റ് സ്കാൻ ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നിങ്ങൾക്ക് എന്താക്കാം, ഗൂഗിൾ സ്കാനർ യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ക്യാമറ തുറന്നുകൊണ്ടോ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഇത് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും. യെസ്, നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റും, ഫ്രീ ആണ്. നെക്സ്റ്റ് ഇവിടെയാണ് നമ്മുടെ എഡിറ്റിംഗിന്റെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ആണ് തന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് നോക്കാൻ പോവാണ്. നോക്കാം. യെസ്, ഓക്കെ, സൈഡ് മാറിയതാണ്. യെസ്, ഇവിടെ വൺസ് അപ്പോൺ എ ടൈം there is a little girl named ലീല. ഓക്കെ, ലീല. ഓക്കെ, എന്തോ ആവട്ടെ. ഇവിടെ ഈസ് ഇവിടെ ഒരു പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. എന്താണ് അവിടെ ഈസ് പ്രശ്നം? ഓക്കെ, അവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഈ സെന്റൻസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ സെന്റൻസ് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്നുള്ളത് ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഈ ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ബോൾഡിൽ കൊടുത്തിട്ടുള്ള വാക്കുകളാണല്ലോ മിസ്റ്റേക്ക്. അപ്പൊ ബോൾഡിൽ കൊടുക്കാത്തതൊക്കെ ശരിയാണെന്ന് നമുക്കറിയാം. അപ്പൊ ചെയ്യേണ്ട ഒരു പരിപാടി നമ്മൾ നോക്കാം. ഇതിന്റെ ഞാൻ ആൻസർ പറഞ്ഞതിന് മുമ്പ് നിങ്ങളുടേതായിട്ടുള്ള ആൻസർ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ വൺസ് അപ്പോൺ എ ടൈം there is a little girl named Lila who loved. അവിടെ എന്താ കൊടുത്തത്? who loved എന്നാണ് കൊടുത്തുള്ളത്. ലവ്ഡ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ഇത് പാസ്റ്റിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ തന്നെ ഈസ് അല്ല വേണ്ടത്, ഈസ് പ്രസന്റിലുള്ള ടെൻസ് ആണ്. അപ്പൊ അവിടെ പാസ്റ്റ് ആക്കണില്ല. അവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് വാസോ അല്ലെങ്കിൽ വേറോ ചേർക്കണം. ഓക്കെ, അപ്പോ ലിറ്റിൽ ഗേൾ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വാസ് ചേർക്കുന്നു. അത് ലിറ്റിൽ ഗേൾസ് എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കുമായിരുന്നു? വേറെ ചേർക്കുമായിരുന്നു. പക്ഷെ ഇവിടെ കൺഫ്യൂഷൻ ഇല്ല. ഇവിടെ എന്താണ്? യെസ്, അവിടെ കൊടുത്തിരിക്കുന്നത് ലിറ്റിൽ ഗേൾ എന്ന് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചേർക്കാം? വാസ് ചേർക്കാൻ പറ്റും. യെസ്, ദാറ്റ്സ് റൈറ്റ് ആൻസർ. അടുത്തത് ഏതാ? ഗേൾ നെയിം ലീല എന്ന് എഴുതിയതിൽ മിസ്റ്റേക്ക് ഇല്ലേടാ. ഒരാളുടെ പേര് തുടങ്ങുന്ന സമയത്ത് ഏത് രൂപത്തിൽ നമുക്ക് തുടങ്ങണം? അത് ക്യാപിറ്റൽ ലെറ്റർ ആവണം. ലീല എന്ന് ഇങ്ങനെ എഴുതണം എന്ന് നമുക്ക് അറിയാവുന്നതാണ്. സോ ക്യാപിറ്റൽ ലെറ്റർ ആണ് അവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കോ. യെസ്, ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, ക്യാപിറ്റൽ ആൻഡ് പിന്നെ നമ്മുടെ സ്മോൾ ലെറ്റർ ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ, അതിലെ മിസ്റ്റേക്ക് ആയിരുന്നു. അടുത്തത് നോക്കാം. ഷീ ഫൗണ്ട് എ മാജിക്കൽ ട്രീ വിത്ത് ലീവ്സ് ദാറ്റ് ഷിമ്മേർഡ്. ഇവിടെ ലീവ്സിലാണ് പ്രശ്നം. ലീവ്സിൽ എന്താണ് മക്കളെ പ്രശ്നം? ആലോചിച്ച് വെച്ചോ അതിന്റെ മിസ്റ്റേക്ക് എന്നുള്ളത്. നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ശരിക്ക് ഇലക്ക് എന്താ പറയാ? ഇല എന്നുള്ളതിന് ലീഫ് എന്നാണ് പറയുക. പക്ഷെ അതിന്റെ ഇലകൾ എന്ന് പറയുന്ന സമയത്ത് ലീവ്സ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അതിന്റെ സ്പെല്ലിങ് ലീവ്സ് എന്ന LEAVES ആണ്. അപ്പോൾ അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് നൈഫ്. നൈഫിന്റെ പ്ലൂറൽ എന്താണ്? നൈഫ്സ് എന്നാണ്. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ പ്ലൂരലുകൾ വരുന്നത്. അതുകൊണ്ട് ഈ എഫിൽ അവസാനിക്കുന്നതിന്റെ പ്ലൂരലുകളൊക്കെ എന്തായിരിക്കും? VES എന്നായിരിക്കും ഉണ്ടായിരിക്കുക. ലീവ്സ്. അപ്പൊ അതിന്റെ കറക്റ്റ് ലീവ്സ് എന്നാണ് അവിടുത്തെ മിസ്റ്റേക്ക്. നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ ബാക്കിയുള്ളൊന്നും സ്ഥലത്ത് മിസ്റ്റേക്ക് ഇല്ല. ഇനി ലീല കുഡ് അണ്ടർസ്റ്റാൻഡ്. ഇവിടെ കണ്ടോ, ഇവിടെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിട്ടുണ്ട്, ഒരാളുടെ വ്യക്തിയുടെ പേര്. അതുപോലെ തന്നെ പിന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ പേരൊക്കെ വരുന്ന സമയത്തും ഏതെങ്കിലും ബുക്കിന്റെ പേരൊക്കെ വരുന്ന സമയത്തും, അതായത് നമ്മുടെ പ്രോപ്പർ നൗൺ ആണെങ്കിൽ അതിനെന്ത് കൊടുക്കണം? അതിന് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. ഒരു രാജ്യത്തിന്റെ പേരൊക്കെ ആണെങ്കിൽ. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ഫ്ലവേഴ്സ് വാസ്. ഇതിലെന്താ മിസ്റ്റേക്ക്? ആലോചിച്ച് വെച്ചോ. നമ്മൾ ഏകദേശം ഇതുപോലത്തെ ഒരു സാധനം അവിടെ പറഞ്ഞിരുന്നു. അവിടെ ലിറ്റിൽ ഗേൾ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്താക്കി? വാസ് ചേർത്തത്. പ്ലൂറൽ ആയിരുന്നെങ്കിൽ വേറെ ചേർക്കുമായിരുന്നു. ഇവിടെ കൊടുത്തത് ആക്ച്വലി വാസ് ആണ്. എന്താ വാസ് പറയുന്നത്? ഫ്ലവേഴ്സ് വാസ് എന്നാ പറയുന്നത്. ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ അല്ലേ? അത് എന്താണ്? അത് പ്ലൂറൽ ആണ്. പ്ലൂരൽ. അപ്പൊ പ്ലൂരൽ ആകുന്ന സമയത്ത് നമുക്ക് വാസിനെ എന്താക്കി മാറ്റണം? വേർ എന്നാക്കി മാറ്റണം. യെസ്. ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ മിസ്റ്റേക്ക് നോക്കിക്കോ. ഷീ ഗ്രീവ് അപ് ടു ബി an
and a botanist. Okay, botanist ആയി മാറി. Okay, അങ്ങനെ വളർന്ന് ഒരു ബോട്ടണിസ്റ്റ് ആയി മാറി. ആൻ എന്നുള്ളത് നമ്മൾ എവിടെയാ ചേർക്കാറുള്ളത്? ആൻ വരുമ്പോഴേക്കും വവൽ സൗണ്ട് എന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് വരും. വവൽ സൗണ്ട്. ഇവിടെ ബോട്ടണിസ്റ്റ് എന്നുള്ളത് നമുക്ക് മൈൻഡിൽ ബി വവൽ സൗണ്ട് ആണോ? അല്ല, AEIOU ആണ് വവൽ സൗണ്ട്. അപ്പൊ അവിടെ എന്ത് ചേർക്കണം? ആനിന് പകരം നമുക്ക് എന്ത് ചേർക്കണം? എ എന്നുള്ള വേർഡാണ് ചേർക്കേണ്ടത്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെയാണ് മിസ്റ്റേക്ക് വരാറുള്ളത്. ഇത്രയും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സെറ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏത് ഡിസ്കോഴ്സ് ആണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് എത്രത്തോളം ഇത് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത്, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കാം. മാത്രമല്ല നിങ്ങൾക്ക് നമ്മൾ എന്താക്കാൻ പോകുന്നുണ്ട്, നാളെ ഒരു മെഗാ മാരത്തോൺ, ഇംഗ്ലീഷിന്റെ മെഗാ മാരത്തോൺ വരാൻ പോകുന്നുണ്ട്. ഞാനും അൻവറാമിസും അഭിരാമിസും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷിന്റെ മെജോറിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ചാപ്റ്റേഴ്സ് സെറ്റ് ആക്കേണ്ടത്, പോയിന്റ്സ് ഒക്കെ നമ്മൾ ഇന്നലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പോയി കാണുക. അതുപോലെ തന്നെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും അതിൽ നിന്ന് വരുന്ന ഡിസ്കോഴ്സും നമ്മൾ എന്താക്കും, നാളെ ഡിസ്കസ് ചെയ്യാം. മിസ് ചെയ്യരുത്, നമ്മൾ പവർഫുൾ ആയിരിക്കും. അപ്പോൾ നാളത്തെ ആ ഒരു വീഡിയോ ഇപ്പൊ തന്നെ പോയിട്ട് ലൈക്ക് ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു. നാളെ വൈകുന്നേരം കൃത്യം 7 മണി. ബൈ, താങ്ക് യു.